ഇന്നത്തെ വീഡിയോ അല്പം വ്യത്യസ്തമായിരിക്കും. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധതന്ത്രത്തെക്കുറിച്ചാണ്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ലോകത്തിന് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്തെന്ന് ചോദിച്ചാൽ റഷ്യൻ സൈന്യത്തിന്റെ യുദ്ധതന്ത്രങ്ങളാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയായി എല്ലാവരും റഷ്യ കണ്ട സമയത്ത് ഉക്രൈൻ പോലുള്ള ഒരു ചെറിയ രാജ്യവുമായി അവർ ഇങ്ങനെ മല്ലിടുന്നുണ്ടല്ലോ എന്ന് എല്ലാവരും വളരെ പുച്ഛത്തോടു കൂടി റഷ്യയെ നോക്കി. അതുമാത്രമല്ല, യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ റഷ്യൻ പീരങ്കികൾ യുദ്ധകളത്തിൽ ഓരോന്നായി നശിക്കുന്നത് കണ്ടിട്ട് റഷ്യൻ സൈനികർക്ക് ശരിയായി യുദ്ധം ചെയ്യാൻ അറിയില്ല, റഷ്യൻ ആയുധങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി. ഈ യുദ്ധ സാഹചര്യത്തിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് ഉക്രൈൻ ഒരു ആക്രമണം ആസൂത്രണം ചെയ്തു. ആക്രമണം വൻ പരാജയമായിരുന്നു. ആ പരാജയത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ റഷ്യൻ സൈന്യത്തിന്റെ തന്ത്രമായിരുന്നു. യുദ്ധത്തിന്റെ തുടക്കകാലത്ത് തോറ്റുകൊണ്ടിരുന്ന റഷ്യ എങ്ങനെ അവരുടെ തന്ത്രം മാറ്റി യുദ്ധത്തെ തലകീഴാക്കി മാറ്റി എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ആദ്യം റഷ്യക്കാർക്ക് വലിയ തലവേദനയായിരുന്നത് ഹൈപ്പർ ഇന്റലിജൻസും ഡ്രോൺ യുദ്ധവുമായിരുന്നു. ഈ ഹൈപ്പർ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഹൈപ്പർ നിരീക്ഷണം എന്തെന്ന് ചോദിച്ചാൽ യുദ്ധക്കളത്തിൽ നിങ്ങൾ ആയുധത്തെ എവിടേക്കാണ് ചലിപ്പിക്കുന്നത് എന്ന് ശത്രുവിനെ കൊണ്ട് പെട്ടെന്ന് അറിയാൻ സാധിക്കും. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ റഷ്യക്കാർ ധാരാളം വാഹന വ്യൂഹങ്ങളെയും സൈനികരെയും ഉക്രൈനിലേക്ക് മാറ്റി. അങ്ങനെ നീങ്ങുന്ന വാഹന വ്യൂഹങ്ങളെ ഉക്രൈൻ ലക്ഷ്യമിട്ട് നശിപ്പിച്ചു. ഇങ്ങനെ കൂട്ടമായി പോകുന്ന വാഹനങ്ങളിൽ ആദ്യത്തെയും അവസാനത്തെയും നശിപ്പിച്ചാൽ അതിന് മധ്യത്തിലുള്ള വാഹനങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കും. ഈ തന്ത്രത്തിൽ റഷ്യൻ ആയുധങ്ങളും സൈനികരും ഒരുപാട് ബലിയായി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോ എന്തുകൊണ്ട് റഷ്യക്കാർ ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയില്ല എന്ന് ചോദിച്ചാൽ ഹൈപ്പർ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഹൈപ്പർ സർവൈലൻസിനെ കുറിച്ച് യാതൊരു ധാരണയും അവരുടെ സൈനികർക്ക് ആ സമയം ഇല്ലായിരുന്നു. കാരണം അവസാനമായി യുദ്ധം നടന്ന് പല വർഷമായി. അങ്ങനെ നടന്നപ്പോഴും രണ്ട് വലിയ ഹൈടെക് മിലിറ്ററി തമ്മിലല്ല യുദ്ധം നടന്നത്. ഒരു വലിയ മിലിറ്ററിയും ഒരു മിലിഷ്യയും തമ്മിലായിരുന്നു യുദ്ധം നടന്നത്. എന്നാൽ പെട്ടെന്ന് രണ്ട് ഹൈടെക് മിലിറ്ററികൾ യുദ്ധം ചെയ്യുമ്പോൾ, ഞാൻ ഹൈടെക് മിലിറ്ററി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഉക്രൈനെ പിന്തുണയ്ക്കുന്നത് നാറ്റോ രാജ്യങ്ങളാണ്. അവർക്ക് ഹൈടെക് ഉപകരണങ്ങളുണ്ട്. അതിനാൽ രണ്ട് ഹൈടെക് സൈനികർ യുദ്ധം ചെയ്യുന്നു. അതും 20 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ്. അതിനാൽ അവർ യുദ്ധം ചെയ്യുമ്പോൾ റഷ്യക്കാർക്ക് ഹൈപ്പർ ഇന്റലിജൻസിനെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതിനാലാണ് റഷ്യക്കാർക്ക് അവരുടെ ഉപകരണങ്ങളും സൈനികരും നഷ്ടമായത്. അടിസ്ഥാനപരമായി തുടക്കത്തിൽ യുദ്ധക്കളം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു ഗ്രാമം പിടിച്ചെടുക്കണമെങ്കിൽ ഗ്രാമത്തിന്റെ വലിപ്പം എത്രയാണ്, ഗ്രാമത്തെ സംരക്ഷിക്കാൻ എത്ര സൈനികരുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സൈനികരെ തയ്യാറാക്കണം. പീരങ്കികളും ഭാരമേറിയ ഉപകരണങ്ങളും തയ്യാറാക്കണം. ശത്രു മുൻകൂട്ടി കാണാത്തൊരു സമയത്ത് രാത്രിയോ പകലോ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ ആക്രമിച്ചാൽ ആ സ്ഥലം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഉപകരണങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കുന്നത് തന്നെ ശത്രുക്കൾക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നാൽ ഇന്ത്യ എല്ലാ സൈനികരെയും വിളിച്ച് അതിർത്തിയിൽ എത്തും വരെയും പാകിസ്ഥാൻ നമ്മളെ നിരീക്ഷിക്കും. അങ്ങനെ അത്രത്തോളം സാങ്കേതിക വിദ്യ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഒരു ഗ്രാമത്തെ ആക്രമിക്കുന്നതിന് മുൻപ് ഉപകരണങ്ങൾ ശത്രുരാജ്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് വരെ കാണാൻ സാധിക്കും. അങ്ങനെ റഷ്യ അവരുടെ യുദ്ധ ഉപകരണങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് പോലും അറിയാൻ സാധിച്ചു. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആയുധം മാറുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ വെച്ച് നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് നേരത്തെ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ മാറ്റുന്ന ആ ഒരു കാലയളവ്, അതാണ് വളരെ ദുർബലമായ ഒരു ഘട്ടം. വ്യോമ പ്രതിരോധ സംവിധാനമായാലും റഷ്യൻ വാഹന വ്യൂഹമാകട്ടെ, ഇതെല്ലാം ഉക്രൈൻകാർ ആക്രമിച്ചത് ഈ ഒരു കാലയളവിനിടെയാണ്, ഈ ഒരു ട്രാൻസിറ്റ് കാലയളവിലാണ്. ഇപ്പോ S-400 എടുത്താലും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റിയല്ലോ, അവിടെയാണ് അതിനെ നശിപ്പിച്ചത്. അങ്ങനെ സ്ഥലം മാറ്റുന്നത് ഇന്റലിജൻസ് വഴിയും സർവൈലൻസ് വഴിയും സാറ്റലൈറ്റ് ഡ്രോൺസ് വഴിയും മുൻകൂട്ടി മനസ്സിലാക്കുന്നതാണ് ഇന്നത്തെ യുദ്ധകളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ പ്രശ്നം കാരണം തുടക്കത്തിൽ റഷ്യക്കാർ പതറി. എന്നാൽ അടുത്ത് അതേ കാര്യം ഈ ഹൈപ്പർ സർവൈലൻസ് അവർ എങ്ങനെ അവർക്ക് ആയുധമാക്കി മാറ്റിയെന്ന് ഇപ്പോൾ നമുക്കറിയാം. മുൻപ് നടന്ന വേനൽക്കാല യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ കാലത്ത് ലോകത്തിലെ എല്ലാവരും ഉക്രൈന്റെ പ്രത്യാക്രമണത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. വാസ്തവത്തിൽ ഉക്രൈനിലെ സൈനിക ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞത്, വേനൽക്കാല ആക്രമണത്തിന് ശേഷം എനിക്ക് പ്രിയപ്പെട്ട ക്രീമിയയിലെ ഒരു സ്പോട്ട് ഉണ്ട്, ഞാനും എന്റെ കുടുംബവും അവധിക്കാലം അവിടെ ആഘോഷിക്കാൻ പോകുന്നുവെന്ന് ഉക്രൈനിലെ എല്ലാ സൈനിക നേതാക്കളും ആ ഒരു യുദ്ധത്തിന് വലിയ അളവിൽ ഹൈപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, ഈ പ്രത്യാക്രമണത്തിന്റെ ആസൂത്രണം, ഈ ആക്രമണം എവിടെ നടക്കാൻ പോകുന്നു, ഇതെല്ലാം സാധാരണ ഒരു യൂട്യൂബർക്ക് പോലും അറിയുന്ന രീതിയിലായിരുന്നു ഉക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും അതിന്റെ പദ്ധതിയെല്ലാം നടത്തിയത്. ഇതായിരുന്നു ആദ്യത്തെ പ്രശ്നം. സാധാരണ യൂട്യൂബർമാർക്ക് പോലും
ഈ മാസം ഈ ഒരു ആക്രമണം നടക്കും എന്ന് ഊഹിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ റഷ്യൻ ഇന്റലിജൻസ് എത്രമാത്രം ഊഹിച്ചിട്ടുണ്ടാകണം. അങ്ങനെ റഷ്യക്കാർ ഒരു വലിയ ട്രെഞ്ച് നിർമ്മിക്കാൻ തുടങ്ങി. അവർ ആ ട്രെഞ്ച് നെറ്റ്വർക്ക് നിർമ്മിച്ച രീതി വളരെ വിചിത്രമായിരുന്നു. സാധാരണ ഒരു ട്രെഞ്ച് നെറ്റ്വർക്ക് നിർമ്മിക്കുന്ന രീതി എന്നത് ശത്രുക്കളുടെ കണ്ണിൽ പെടാതെയായിരിക്കും അവർ നിർമ്മിക്കുക. ഉദാഹരണത്തിന് റഷ്യക്കാർ ഈ ട്രെഞ്ച് നെറ്റ്വർക്ക് ഉക്രൈൻകാർക്ക് കാണാത്ത വിധത്തിൽ പണിതിരിക്കണം. എന്നാൽ വ്യത്യസ്തമായി സാറ്റലൈറ്റ്സും ഡ്രോൺസും എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന രീതിയിൽ അവർ പലയിടത്തും തുറസായ സ്ഥലങ്ങളിൽ ട്രെഞ്ച് നെറ്റ്വർക്ക് നിർമ്മിച്ചു. മാത്രമല്ല ഇതെല്ലാം വെറുതെ എന്തിനോ വേണ്ടിയോ പണിതതല്ല, വളരെ പ്രൊഫഷണലായി നിർമ്മിച്ചു വൻതോതിൽ. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയും വലിയ ട്രെഞ്ച് നെറ്റ്വർക്ക് നിർമ്മിച്ച ശേഷം ഈ ട്രെഞ്ച് നെറ്റ്വർക്കാണ് ഞങ്ങളുടെ പ്രതിരോധത്തിന്റെ ആദ്യ നിരയെന്ന് റഷ്യക്കാർ പാശ്ചാത്യർക്കും ഉക്രൈനിയർക്കും തെളിയിച്ചു കൊടുത്തു. ഇപ്പോ ഈ ട്രെഞ്ച് നെറ്റ്വർക്ക് കണ്ട ഉക്രൈനും പാശ്ചാത്യരും കരുതിയത് ഇത് വലിയ കാര്യമേ അല്ല, നമ്മുടെ പീരങ്കികൾ ഈ ട്രെഞ്ചിൽ നിസാരമായി കയറിയിറങ്ങും. ഉക്രൈൻ സൈന്യത്തിന് ശരിയായ ആയുധം നൽകിയാൽ അവർ പ്രത്യാക്രമണം നടത്തി അവസാനിക്കുമെന്നായിരുന്നു ഉക്രൈന്റെ ഒരു ചിന്ത. എന്നാൽ ഈ ആക്രമണം എങ്ങനെ നടന്നുവെന്നുള്ളത് നമ്മൾ കണ്ടു. എല്ലാ ലെപ്പേർഡ് സേനയെയും വെസ്റ്റ് ആർമർ എല്ലാം നശിപ്പിക്കപ്പെട്ടു. അതെങ്ങനെ സംഭവിച്ചു? ഈ ട്രെഞ്ച് തുറസായ സ്ഥലത്തായിരുന്നു. അതുമാത്രമല്ല ട്രെഞ്ച് വാർഫെയർ അനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവയെ എളുപ്പത്തിൽ നശിപ്പിക്കാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഉക്രൈൻ ഇവിടെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ റഷ്യക്കാർ അവർക്കെതിരെ ഒരു ഹൈപ്പർ സർവൈലൻസ് ഉപയോഗിച്ചു. അടിസ്ഥാനപരമായി ട്രെഞ്ച് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ട്രെഞ്ചിൽ സൈനികരില്ലായിരുന്നു. ഇപ്പോ ഈ തന്ത്രത്തെക്കുറിച്ച് നമുക്കൊരു പുസ്തകം തന്നെ എഴുതാൻ സാധിക്കും. അത്രത്തോളം ബ്രില്യൻസ് ആയിരുന്നു റഷ്യ അവിടെ കാണിച്ചത്. ട്രെഞ്ച് നിർമ്മിച്ചതിന് ശേഷം റഷ്യക്കാർ അത്തരമൊരു തന്ത്രം കാണിച്ചു. ട്രെഞ്ചിന് പിന്നിൽ തുറന്ന മൈതാനം ഉണ്ടായിരുന്നു. നിങ്ങൾ യുദ്ധകളത്തിൽ നോക്കിയാൽ ഉക്രൈന് സംഭവിക്കുന്നതെല്ലാം ഈ തുറസായ മൈതാനത്തിലായിരിക്കും. വലിയ ധാരാളം മരങ്ങൾ ഉണ്ടായിരിക്കും. ഈ മരങ്ങളിൽ മാത്രമേ സൈനികർക്ക് ഒളിക്കാൻ സാധിക്കൂ. റഷ്യ ചെയ്തത് മരങ്ങൾക്കുള്ളിൽ ട്രെഞ്ച് പണിയുകയും അവിടെ സൈനികരെ നിർത്തി. പക്ഷേ പാശ്ചാത്യർക്കും ഉക്രൈൻകാർക്കും മരങ്ങൾക്ക് മുന്നിലുള്ള തുറന്ന മൈതാനമാണ് ട്രെഞ്ച് എന്ന് കാണിക്കാൻ അവർ മറ്റൊരു ട്രെഞ്ചും അവിടെ നിർമ്മിച്ചു, വളരെ പ്രൊഫഷണലായി. പക്ഷെ അതിൽ സൈനികരൊന്നും ഇല്ലായിരുന്നു. ഉക്രൈൻ ഇപ്പോൾ ചെയ്തത് ഇതാണ് ട്രെഞ്ച്, ഇവിടെയാണ് സൈനികർ ഉണ്ടെന്ന് കരുതി അവരുടെ ആർമർ, യുദ്ധ ഉപകരണങ്ങൾ, പീരങ്കികൾ എല്ലാം അവിടെ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ മരങ്ങൾക്കുള്ളിൽ ഉപയോഗിച്ചിരുന്ന റഷ്യൻ പട്ടാളക്കാർ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉക്രൈനെ ആക്രമിക്കുകയും എളുപ്പത്തിൽ ഉക്രൈൻ പടയെ നശിപ്പിക്കുകയും ചെയ്തു. അവർ അവരുടെ തന്ത്രം വളരെ ഉജ്ജ്വലമായി നടപ്പിലാക്കി. ഹൈപ്പർ സർവൈലൻസിനെ അവർക്ക് അനുകൂലമാക്കി തന്നെ മാറ്റി. തുടക്കത്തിൽ ശരിയായി യുദ്ധം ചെയ്യാൻ റഷ്യക്ക് അറിയില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിങ്ങൾ വെറും വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞവർക്കൊക്കെ ഇതൊരു പാഠമായി മാറി. റഷ്യക്കാരുടെ ഈ ഒരു തന്ത്രം യുദ്ധക്കളത്തെ തലകീഴാക്കി മാറ്റി. ഈ സ്ഥലത്ത് ഇങ്ങനൊരു പദ്ധതി ചിന്തിച്ചെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത റഷ്യയെ അഭിനന്ദിക്കണം. അതോടൊപ്പം മികച്ച ഉപകരണങ്ങൾ എന്തായാലും യുദ്ധാനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിലെ സൈനിക പ്രേമികൾ തമ്മിലുള്ള വലിയൊരു സംഭാഷണം തന്നെ ഉപകരണങ്ങൾ മികച്ചതായിരിക്കണോ അതോ പരിശീലനം മികച്ചതായിരിക്കണോ എങ്ങനെയാണ്. എന്നാൽ ഈ പ്രത്യേക യുദ്ധകളത്തിൽ ഉപകരണം എന്തു തന്നെയായാലും സൈനികർക്കുള്ള പരിശീലനവും അവർ പിന്തുടരുന്ന തന്ത്രങ്ങളും നല്ലതാണെങ്കിൽ, മികച്ചതാണെങ്കിൽ ഉപകരണങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനെ നിർവീര്യമാക്കാനാകും. അങ്ങനെയാണ് റഷ്യയും വളരെ കുറച്ച് സൈനികരെ ഉപയോഗിച്ച് ഉക്രൈനെ വൻതോതിൽ പരാജയപ്പെടുത്തി. ഇനി അവർ നിർമ്മിച്ച ആ ട്രെഞ്ചിൽ സൈനികരെ കൊണ്ട് നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം പട്ടാളക്കാർ വേണ്ടിവരും. എന്നാൽ റഷ്യ അങ്ങനെ ഉപയോഗിച്ചില്ല. അവർ ട്രീ ലൈൻസിൽ കുറച്ച് സൈനികരെ മാത്രം ഉപയോഗിച്ച് യുദ്ധം നടത്തി. ഈ സ്ഥലത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യുദ്ധക്കളത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയ ഉടനെ അവരത് മാറ്റി. ഹൈപ്പർ ഇന്റലിജൻസിൽ അവർ ആദ്യം ഒന്ന് പതറി. എന്നാൽ പിന്നീട് അതുപയോഗിച്ച് തന്നെ യുദ്ധത്തെ തലകീഴാക്കി മാറ്റി. ഇതാണ് റഷ്യൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ശക്തി. ഈ ശക്തി കിഴക്കൻ യൂറോപ്പിലോ പടിഞ്ഞാറൻ യൂറോപ്പിലോ ഒരു രാജ്യത്തിന്റെ സൈന്യത്തിലും കാണില്ല. നിങ്ങൾ യുദ്ധക്കളത്തിൽ പോയാൽ ഇത് എളുപ്പത്തിൽ പൊരുത്തപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒരു കഴിവുമല്ല. ഉക്രൈൻ പട്ടാളക്കാർ പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പലതവണ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിട്ടുണ്ട്. റഷ്യയുടെ തന്ത്രങ്ങൾ അവർ ശരിപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ അവർക്കെതിരെ എറിഞ്ഞാലും അവർ അതിനോട് പൊരുത്തപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യുദ്ധം നമുക്ക് വ്യക്തമായ ഒരു കാര്യം കാണിച്ചു തരുന്നു. എത്ര രാജ്യങ്ങൾ ഉക്രൈനെ പിന്തുണയ്ക്കുന്നു, എത്ര ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല കാര്യം. ഉക്രൈന് ആവശ്യമായ ആയുധം ശരിയായ സമയത്ത് ഉപയോഗിച്ചാൽ മാത്രമേ അവർക്ക് യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കൂ. ഉക്രൈനിലേക്ക് ഒരുപാട് ആയുധങ്ങൾ പോകുന്നുണ്ട്. ഉക്രൈൻ യുദ്ധക്കളത്തിൽ എത്ര ആയുധങ്ങളാണോ നഷ്ടപ്പെടുത്തുന്നത് അതിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ആയുധങ്ങൾ അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. F-16 അവരുടെ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഉക്രൈനിലെ എല്ലാ യുദ്ധവിമാനങ്ങളും അവർക്ക് നഷ്ടപ്പെടും. ഈയിടെ പോലും റഷ്യക്കാർ MiG-29 വെടിവെച്ച് വീഴ്ത്തി. അതിനാൽ F-16 പ്രവേശിക്കുമ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന യുദ്ധവിമാനങ്ങൾ ഒന്നും തന്നെ കാണില്ല. അങ്ങനെ അവർ പഴയ വ്യോമസേനയുടെ ശക്തി തിരികെ കൊണ്ടുവരുന്നു എന്നതല്ലാതെ
പുതിയതൊന്നും അവരുടെ സേനയിൽ ചേർത്തിട്ടില്ല. അതേ രീതിയിലാണ് പീരങ്കികളും. നഷ്ടപ്പെടുത്തിയ T-72 പീരങ്കിയെ മാറ്റി സ്ഥാപിക്കാനാണ് ലെപ്പേർഡും അബ്രാംസിനെയും അവർ കൊണ്ടുവന്നത്. അതിനാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ യുദ്ധതന്ത്രം എന്നത് ഉക്രൈൻ അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം, പക്ഷെ ജയിക്കാൻ പാടില്ല, ഇങ്ങനെയാണ്. ഇത് നമ്മൾ മാത്രം പറയുന്ന കാര്യമല്ല. ഉക്രൈനെ പിന്തുണയ്ക്കുന്നവരും യുദ്ധക്കളം മാപ്പ് ചെയ്യുന്നവരും ഇത് തന്നെയാണ് പറയുന്നത്. അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം, ജയിക്കണം എന്ന് ചിന്തിച്ചല്ല അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് എന്ന് തുറന്നു സമ്മതിച്ചു. ഈ സാഹചര്യത്തിൽ പാശ്ചാത്യർ എന്ത് പുതിയ ആയുധം കൊണ്ടുവന്നാലും റഷ്യ അതും അഡാപ്റ്റ് ചെയ്യും. അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ശത്രുക്കളും ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ഇറാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും ഒരു പ്ലസ് പോയിന്റ് അല്ല. ഒരു വശത്ത് റഷ്യക്കാർ അവരുടെ ആയുധങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, ആൾബലം നഷ്ടപ്പെടുത്തുന്നു. മറുവശത്ത് പാശ്ചാത്യർ റഷ്യയെ തോൽപ്പിക്കണം എന്ന പേരിൽ അവരുടെ സ്വന്തം യുദ്ധതന്ത്രം ഉക്രൈൻ വഴി ഉപയോഗിക്കുന്നു. അങ്ങനെ അവർ അവരുടെ പടിഞ്ഞാറൻ ശത്രുക്കൾക്ക് അവരുടെ യുദ്ധതന്ത്രം തുറന്നു കാട്ടുകയാണ്. ഉദാഹരണത്തിന് ഓരോ ആയുധത്തിന്റെ പ്രത്യേകത, യുണീക്നെസ് നമുക്ക് ഈ ഒരു യുദ്ധത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ATACMS മിസൈൽ സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശ സംവിധാനം റഷ്യക്കാർ വളരെ നിസ്സാരമായി എടുത്തു. ഒരു തവണ ATACMS ക്രീമിക്കെതിരെ ലോഞ്ച് ചെയ്തു. ആ സമയം അതിൽ നിന്നും നാവിഗേഷൻ ഗൈഡൻസ് സിസ്റ്റം യാതൊരു കേടുപാടുമില്ലാതെ റഷ്യക്ക് ലഭിച്ചു. അതിനാൽ ഈ ഒരു യുദ്ധം പാശ്ചാത്യർക്കെതിരെ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നതുപോലെയാണ്. ഇത് ആർക്കും തന്നെ നല്ലതല്ല. ഈ ഒരു യുദ്ധം ഉടൻ തന്നെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിലൂടെ റഷ്യക്കാരുടെ യുദ്ധതന്ത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.